ദൈശുപചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. സുമ എന്ന വനിത ഒരു ദിവസം ഫർദ് ഗൃഹത്തിൽ നിന്ന് തൻ്റെ ഭവനത്തിലെത്തി. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ മടുത്തു. എൻ്റെ ജീവിതത്തിൽ നിറയെ പ്രശ്നങ്ങളാണ്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഓരോന്നും രൂക്ഷമായിട്ടാണ് കടന്നു വരുന്നത്. എല്ലാം കൊണ്ട് ഞാനിപ്പോൾ വീർപ്പ് മുട്ടുന്ന അനുഭവത്തിലാണ്. എനിക്കിപ്പോൾ ജീവിക്കണമെന്ന് പോലുമില്ല. ഇത് കേട്ട അമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല. മകളെയും കൂട്ടി അവർ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് 3 പാത്രമെടുത്ത് വെള്ളം നിറച്ച് ഗ്യാസ് കത്തിച്ച് പാത്രം 3 അതിൽ വെച്ചു. വെള്ളം തിളയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ ഒരു പാത്രത്തിൽ 2 ക്യാരറ്റ് എടുത്തിട്ടു, മറ്റൊന്നിൽ 2 മുട്ട എടുത്തിട്ടു. എന്നിട്ട് 3ാമത്തെ പാത്രത്തിലെ വെള്ളത്തിൽ ആവശ്യത്തിന് കാപ്പിപ്പൊടിയും ഇട്ടു. 3 പാത്രത്തിലും വെള്ളം വെട്ടി തിളയ്ക്കുവാൻ തുടങ്ങി. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞപ്പോൾ അമ്മ തീ അണച്ചിട്ട് ആ വെള്ളത്തിൽ നിന്നും ക്യാരറ്റ് ഒരു പ്ലേറ്റിലേക്ക്, മുട്ട വേറൊരു പാത്രത്തിലേക്കും കാപ്പി മധുരമിട്ട് 2 കപ്പിലേക്കും എടുത്തു. മകൾക്ക് ഒന്നും മനസ്സിലായില്ല. അമ്മ ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? മകൾ പറഞ്ഞു, ക്യാരറ്റ്, മുട്ട, കാപ്പി. അമ്മ 1ാമത്തെ പാത്രത്തിലെ ക്യാരറ്റ് ഒന്ന് ഞെക്കി നോക്കാൻ മകളോട് പറഞ്ഞു. അത് വളരെ സോഫ്റ്റായിരുന്നു. എന്നിട്ട് ആ മുട്ടയൊന്ന് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞു. അതിൻ്റെ അകം കട്ടിയായിരിക്കുന്നു. 3ാമത്തെ ആ കാപ്പി എടുത്ത് മകൾ കൊടുത്തു. അവൾ പറഞ്ഞു, ഇതിന് നല്ല മണവും രുചിയുമുണ്ട്. ഇത്രയായപ്പോൾ അവൾ ചോദിച്ചു, അമ്മ എന്താണ് ചെയ്തത്? എനിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ അമ്മ പറഞ്ഞു, മോളെ, ഈ ക്യാരറ്റും മുട്ടയും കാപ്പിപ്പൊടിയും ഒരേ ശത്രുവിനെയാണ് നേരിട്ടത്, തിളയ്ക്കുന്ന വെള്ളത്തെ. എന്നാൽ 3 സാധനങ്ങളും 3 വിധത്തിലാണ് പ്രതികരിച്ചത്, അല്ലേ? കട്ടിയുള്ള ക്യാരറ്റ് വെന്ത് മാർദ്ദവമുള്ളതായി തീർന്നു. പൊട്ടിയാൽ ഉടനെ ഒഴുകിപ്പോകുന്ന മുട്ട ചൂടേറ്റ് എപ്പോൾ അത് കട്ടിയുള്ളതായി. എന്നാൽ കാപ്പിപ്പൊടി തിളച്ചപ്പോൾ നല്ല സുഗന്ധവും രുചിയുള്ളതായി മാറി. വെറും വെള്ളത്തെ അത് ഹരം പിടിപ്പിക്കുന്ന പാനീയമായി മാറ്റി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ നീ ഇതിലേതിനെ പോലെ ആകണമെന്ന് പറഞ്ഞു തരുവാനാണ് ഞാനിത് ചെയ്തത് എന്ന് അമ്മ തുടർന്നു. പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഈ ക്യാരറ്റിന് സംഭവിച്ചതുപോലെ ശക്തി ക്ഷയിച്ച് തളർന്നു പോകരുത്. തിളച്ച വെള്ളത്തെ നേരിട്ട മുട്ട കട്ടിയായതുപോലെ ചിലർ പ്രതിസന്ധികളിൽ കഠിനപ്പെട്ടു പോകും. ചില ദുരിതങ്ങളോ വേർപിരിയലോ രോഗമോ ഒക്കെ അവരെ കഠിനചിത്തരാക്കി തീർക്കും. നീ അതുപോലെ ആകരുത്. പിന്നെ ഈ കാപ്പിപ്പൊടിയെ കണ്ടുപഠിക്കണം. എന്നാൽ വെള്ളം എത്ര തിളയ്ക്കുന്നുവോ കാപ്പിപ്പൊടിയുടെ സത്ത് പുറത്തു വന്ന് മനം കവരുന്ന അനുഭവം കൈവരുത്തുന്നു. അങ്ങനെയുള്ളവർ പ്രതിസന്ധികൾ കൂടി കടക്കുമ്പോൾ മൂല്യബോധമുള്ളവരായിത്തീരും. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും അവർ സഹതാപമുള്ളവരായിത്തീരും. മകളെ, നീയും പ്രതിസന്ധികൾ കൂടി കടക്കുമ്പോൾ ഈ കാപ്പിയുടെ ഭാവത്തിലായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഈ ചെറിയ കഥ നമുക്ക് നൽകിയ പാഠം? നമ്മിൽ നൈസർഗികമായി കുടികൊള്ളുന്ന കഴിവുകളും നന്മകളും പുറത്തു വരുവാൻ പ്രതിസന്ധികൾ കാരണമായി തീരുന്നുണ്ട്. സഹനങ്ങൾ കൂടി നാം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദാവീദ് എഴുതുന്നു, നിന്റെ പ്രമാണങ്ങളെ പഠിപ്പാൻ തക്കവിധം ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായെന്ന്. സഹനങ്ങളും കഷ്ടതകളും നമ്മെ തളർത്തുകയല്ല, വളർത്തുക എത്ര വേണ്ടതെന്ന് ഇന്നത്തെ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കഷ്ടതകളിലും പ്രതിസന്ധികളിലും കൂടി കടന്നു പോകുമ്പോൾ അനുഗ്രഹകരമായ പ്രതികരണം ഉണ്ടാക്കുവാൻ വേണ്ടി ദൈവത്തോട് ബന്ധപ്പെട്ടും അവിടുത്തെ പ്രമാണങ്ങളോട് പ്രതിപത്തിയുള്ളവരുമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്തനം നമുക്കിവിടെ അവസാനിപ്പിക്കാം.